പൂച്ചേൻ്റെ മാന്ത് ഇപ്പോൾ മിക്കവാറും കിട്ടും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഒന്നും കൂടി ഒന്ന് തോണ്ടി നോക്കാം. അപ്പോൾ അതേ ഇപ്പോൾ കിട്ടിയതിനെ ജസ്റ്റ് മിസ്സാണ്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ അതുപോലെ തന്നെ രാവിലെ നേരത്തെ എൻ്റെ ജിമ്മിൽ പോകുന്നതല്ല, നേരത്തെ അല്ല, കുറച്ച് വൈകിപ്പോയി. 8 മണിയൊക്കെ ആയി തോന്നുന്നു. അതിന് മുമ്പ് നമ്മൾ സാധാരണ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ ജിമ്മിലോട്ട് പോവാണ്. അപ്പോൾ ജിമ്മിലോട്ട് പോകണ വഴി നിറച്ച് റോഡൊക്കെ ആകെ പൊളിഞ്ഞ് നിറച്ച് വെള്ളവും മഴയും ഇതൊക്കെ ആയതുകൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ വഴി കൂടിയൊക്കെ സൈക്കിളൊക്കെ ചവിട്ടി നമ്മൾ നേരെ ജിമ്മിലോട്ട് എത്തിയിട്ട് ജിമ്മിൽ നിന്ന് കുറച്ച് നേരം വർക്കൗട്ട് ചെയ്തു. അത്യാവശ്യം വെയിറ്റൊക്കെ ചെയ്തു. മുഖത്തെ എക്സ്പ്രഷൻ മാറുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അതിന് ശേഷം പിന്നെ വർക്കൊക്കെ ചെയ്തതിന് ശേഷം ഉച്ചയായപ്പോൾ നമ്മൾ ചോറുണ്ണാൻ ഇന്ന് പയർ, പരിപ്പ്, രസം, പപ്പടം ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ചോറുണ്ണുമ്പോൾ സ്ഥിരമായിട്ട് ഒരാൾ ഇവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതേ ആൾ ഇവിടെ ഉണ്ട്. നമ്മൾ ടി വി വെച്ചിട്ടാണ് മിക്ക ദിവസം ചോറുണ്ണുന്നത്. മിക്ക ദിവസം എല്ലാ ദിവസവും. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നേരം പൂച്ചേനെ കളിപ്പിക്കാം. പൂച്ചേൻ്റെ മാന്ത് ഇപ്പോൾ മിക്കവാറും കിട്ടും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഒന്നും കൂടി ഒന്ന് തോണ്ടി നോക്കാം. അപ്പോൾ അതേ ഇപ്പോൾ കിട്ടിയതിനെ ജസ്റ്റ് മിസ്സാണ്. അപ്പോൾ ഇന്നലെ റൂം ക്ലീൻ ആക്കിയപ്പോൾ ഞാൻ ജസ്റ്റ് സാധനം ഇങ്ങനെ നോക്കിയിട്ടുണ്ടായി. അതാണിത്. ഇതെന്താണെന്നത്, ഇത് ഹാൻഡ് ഗ്രിപ്പതാണ്. കണ്ട, ഇങ്ങനെ അമർത്തി. ഇത് വെയിറ്റ് കുറച്ചിട്ടേക്കാണ്. 5 തൊട്ട് 60 കിലോ വരെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ടാൽ ഫുള്ളാമതില്ല. നിങ്ങൾ കുറച്ച് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. മറ്റേ ഇതിൻ്റെ ചാലഞ്ച് വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇന്നാൾ കണ്ടപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ഓർമ്മ വന്നത്. അങ്ങനെ റൂം ക്ലീനാക്കി ഈ സാധനം അവിടെ ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇങ്ങനെയാണ് തോന്നുന്നത്. ലൂസാവാണോ ടൈറ്റാവാണോ, എന്തായാലും 60 ഇട്ടത് തീരെ അമർത്താൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവം. ഇങ്ങനെ തന്നെയാന്ന് തോന്നുന്നു. അപ്പോൾ ഇതിപ്പോൾ 60 ആയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ അമർത്തിക്കൊണ്ടിരുന്ന കണ്ട 60 ആയപ്പോൾ എനങ്ങണില്ല. ഇത്ര ആവുള്ളൂ, ഇത്ര ഗ്യാപ്പുണ്ട്. അങ്ങനത്തെ സാധനമാണ്. അപ്പോൾ ഇതിങ്ങനെ ഡെയിലി ചെയ്താൽ ഇവിടെ ഇങ്ങനെ വെയിൻസ് സംഭവങ്ങളൊക്കെ ഇങ്ങനെ വരും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ 1 മാസം ചെയ്തിട്ട് എനിക്ക് അങ്ങനെ വലിയ സംഭവമൊന്നും വന്നില്ല. ഇപ്പോഴല്ല, കുറച്ചാളായി ചെയ്തിട്ട്. പക്ഷെ ചില നേരത്ത് വെയിൻസ് ഇതൊക്കെ കാണാം. അപ്പോൾ അതെന്താ സംഭവം എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്തിട്ട് ഇതെന്താ സംഭവം, ഇങ്ങനെ കറക്റ്റ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴത്ത് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് റീൽസ് ഷൂട്ടുണ്ട്. അപ്പോൾ അത് കാണിച്ചത്. അപ്പോൾ വൈകിട്ട് നമ്മുടെ മെയിൻ പരിപാടി അറിയാമല്ലോ, നമുക്ക് വീഡിയോ എടുക്കലാണ് നമ്മുടെ മെയിൻ പരിപാടി വൈകിട്ടത്തെ. അപ്പോൾ അതിന് വേണ്ടി കോസ്റ്റ്യൂമൊക്കെ ഇട്ട് നിൽക്കുന്നതാണ്. ഇത് കോട്ട്, ബ്ലാക്ക് കോട്ടും ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് പാൻറ്റൊക്കെ ഇട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ആരുടെ ഏത് ക്യാരക്ടറുടെ കോസ്റ്റ്യൂമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. വീഡിയോ മിക്കവാറും റീലിൽ നിന്ന് നമ്മുടെ യൂട്യൂബ് അല്ല ഇൻസ്റ്റാഗ്രാമിൽ ഇന്ന് തന്നെയായിരിക്കും മിക്കവാറും ഈ ഒരു റീല് ഇറങ്ങുന്നതാണ് എൻ്റെ ഒരു ഊഹം. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് തന്നെ ഇറക്കും, അല്ലെങ്കിൽ നാളെ ഇറക്കും. അപ്പോൾ അതാണ് പരിപാടി. അപ്പോൾ ഷൂട്ടിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കഴിഞ്ഞു. ഇനി വേറെ കുറച്ച് വീഡിയോസും കൂടി ഷൂട്ട് ചെയ്യുന്നത് പ്ലാനുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ്. ഇന്ന് കുറച്ചധികം വീഡിയോസ് ഷൂട്ട് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ചെയ്യേണ്ട വന്നില്ല. ഉച്ച കഴിഞ്ഞ് ഫുൾ വീഡിയോ ഷൂട്ടിംഗ് ആയിരുന്നു. അപ്പോൾ ഈ കോസ്റ്റ്യൂമൊന്നും ഞാൻ അതുവരെ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. അതായത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഇങ്ങനെ കോട്ടൊന്നും ഇട്ടിട്ട് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്ന് അത് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ കുറച്ച് അടിപൊളി ഔട്ട്ഫിറ്റ് സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്യണം. പിന്നെ കുറച്ച് റീൽസ് ഡയലോഗുള്ള സംഭവം ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചു. പക്ഷെ അത് എനിക്കത്ര അടിപൊളിയായിട്ട് തോന്നിയില്ല. കാരണം അത് ചെയ്തിട്ടില്ല. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചെയ്യും. അപ്പോൾ ഇന്നങ്ങനെ പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നും ചെയ്യാനില്ല. കാരണം ഇന്ന് കുറച്ചധികം വീഡിയോസ് ഷൂട്ട് ചെയ്യാണ്ട്. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ നാളെ നമുക്ക് സ്പെഷ്യൽ വല്ല സംഭവങ്ങളൊക്കെ ചെയ്യാം. പിന്നെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അതായത് ഫേസ് പാക്കിൻ്റെ പുതിയത് തന്നെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിമ്പിൾസൊക്കെ നല്ല കാര്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മാറാൻ നിങ്ങൾക്ക് വല്ല വഴി അറിയെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യുക. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വരുന്നുണ്ട് പിമ്പിൾസൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റണം. മുഖമൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം. കുറച്ചാളായിട്ട് പിമ്പിൾസ് ഒന്നും ഇല്ലാണ്ടിരുന്നായിരുന്നു. പിന്നെയും വന്നു തുടങ്ങിയത് എങ്ങനെയാണോ എങ്ങനെ വരേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അത് ഒന്ന് സെറ്റപ്പ് ആക്കണം. അപ്പോൾ അതൊക്കെയാണ് പരിപാടി. നാളെ വല്ല അടിപൊളി ഫേസ് പാക്ക് ഒരെണ്ണം ട്രൈ ചെയ്യാം. വീട്ടിൽ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഫേസ് പാക്ക് നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നാളെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ ആയിരിക്കും. കാരണം ഇന്ന് പ്രത്യേകിച്ച് വേറെ പരിപാടിയില്ല. ഇന്ന് കുറച്ച് റീൽസ് അധികം ഷൂട്ട് ചെയ്യാനുള്ളതുകൊണ്ടാണ്. അപ്പോൾ അത് ചെയ്ത് തീർക്കണം. പിന്നെ വർക്ക് അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നാളെ ഒരു അടിപൊളി കണ്ടന്റുമായി അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.